ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. പെരുവെമ്പ് വടകരപ്പള്ളി കമ്മിറ്റിയുടെ പണമെടുത്ത് സ്വന്തം പേരിൽ ഭൂമി വാങ്ങിച്ചതായി ആരോപണം. അനധികൃത ഭൂമി സമ്പാദനത്തെക്കുറിച്ച് വഖഫ് ബോർഡിന് പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല. പള്ളി കമ്മിറ്റിയിൽ നിന്ന് അനധികൃതമായി ഭൂമി വാങ്ങിച്ചത് പുറത്തു കൊണ്ടുവന്നതിനെ തുടർന്ന് സാമൂഹ്യ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണെന്നും വടകര പള്ളിയിൽ അംഗങ്ങളായിരുന്നവർ പറഞ്ഞു. വഖഫ് സ്വത്ത് കൈക്കലാക്കിയത് പൊതുശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. കൂടാതെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഞങ്ങൾ അനുഭവിക്കുന്ന സാമൂഹ്യ ബഹിഷ്കരണത്തെക്കുറിച്ചും അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. വിഷയത്തിൽ കിടക്കാം. 28/1/2007 കൂടിയ വടകരപ്പള്ളി യോഗം യത്തീംഖാനയ്ക്ക് വേണ്ടി സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചു. എന്നാൽ പള്ളി ഭാരവാഹികൾ ചെയ്തവ യത്തീംഖാനയ്ക്ക് വരുന്ന സംഭാവനകളും ഫണ്ടും കൈക്കലാക്കാം എന്ന ഉദ്ദേശത്തോടെ അലിമുത്തുവും 6 പേരും ചേർന്ന് 27 ഏപ്രിൽ 28 യത്തീംഖാനയെ ഒരു ട്രസ്റ്റിന്റെ കീഴിലാക്കി. തുടർന്ന് 2007 മെയ് 2 പള്ളി പണം എടുത്തുകൊണ്ട് 1.25 ഏക്കർ സ്ഥലം ട്രസ്റ്റ് ചെയർമാനായ അലിമുത്തുവിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു. ഈ സംഭവങ്ങളെ ഞങ്ങൾ വഖഫ് ബോർഡ് ധരിപ്പിച്ചു. പക്ഷെ വഖഫ് ബോർഡിൽ നിന്ന് നിരുത്തരവാദമായ പെരുമാറ്റം കണ്ടുകൊണ്ടിരിക്കും. ഇവരെല്ലാം പള്ളി ഭാരവാഹികൾ ചെയ്യുന്ന ആൾക്കാരാണ്. ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ ഇവരോട് ചോദിക്കും. പെരുവെമ്പ് വടകരപ്പള്ളിയിലെ ഫണ്ടിൽ നിന്നാണ് 2007 അനധികൃതമായി പണമെടുത്ത് ഭൂമി വാങ്ങിയത്. പള്ളിയുടെ കീഴിൽ യത്തീംഖാനയ്ക്കായി ഭൂമി വാങ്ങിക്കണമെന്ന തീരുമാനത്തെ മറയാക്കിയാണ് പള്ളി കമ്മിറ്റി ഭാരവാഹിയായ അലിമുത്ത് 1.75 ഏക്കർ ഭൂമി വാങ്ങിച്ചത്. പള്ളിയിലേക്ക് വരുന്ന പണവും സമ്പത്തും സ്വന്തമാക്കാനായി അലിമുത്തുവും വേണ്ടപ്പെട്ട 7 പേരും ചേർന്ന് അവർ രൂപീകരിച്ച പള്ളിയെ ട്രസ്റ്റിന് കീഴിലാക്കി. വഖഫ് നിയമങ്ങളുടെ പരിപൂർണ ലംഘനമാണ് വടകര പള്ളിയിൽ നടന്നിരിക്കുന്നത്. ക്രമക്കേടുകൾ വഖഫ് ബോർഡ് തിരിച്ചറിയുകയും ഭൂമി തിരിച്ചുപിടിക്കാൻ അലിമുത്തുവിന് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കാനും ഭൂമി തിരിച്ചുപിടിക്കാനും വഖഫ് ഇതുവരെയും തയ്യാറായിട്ടില്ല. അലിമുത്തുവിൻ്റെ കുടുംബത്തിന് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് പള്ളിയിൽ നടക്കുന്നത് കുടുംബാധിപത്യമാണ്. അനീതിക്കെതിരെ പ്രതികരിച്ചതിനെ തുടർന്നാണ് 10ഓളം കുടുംബങ്ങൾക്ക് മേൽ സാമൂഹ്യ ബഹിഷ്കരണം ഏർപ്പെടുത്തിയത്. ഊരുവിലക്കിനെതിരെ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിട്ടും നടപടിയില്ല. അലിമുത്തുവും വേണ്ടപ്പെട്ടവരും ചേർന്ന് രൂപീകരിച്ച ട്രസ്റ്റിന്റെ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷിക്കാൻ സർക്കാർ സംവിധാനം തയ്യാറാവണമെന്നും സാമൂഹിക വിലക്ക് അനുഭവപ്പെടുന്നവർ പറഞ്ഞു. എം സക്കറിയ, എം ഹൈദ്രോസ്, എം മുഹമ്മദ് റാഫി, എം സലീം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഞങ്ങളുടെ കൂടെ ആദ്യം കണ്ടുപിടിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു, കമാലിദ്ദീൻ എന്ന്. അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. അയാളാണ് കണ്ടുപിടിച്ചത്. ഈ ഇങ്ങനെ ഈ പള്ളി സ്വത്തിൽ പള്ളി പണം കൊടുത്തിട്ട് വാങ്ങിയത് സ്വന്തം പേരിലാക്കിയത് കണ്ടുപിടിച്ചത് അയാളാണ്. അതിനുശേഷമാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ ഞങ്ങൾ അറിഞ്ഞ സമയത്ത് ആദ്യം ഈ കമാൽ എന്ന വ്യക്തി ഈ അലിമുത്തു ആരോപിതനായില്ലേ, അലിമുത്തു എന്ന് പറയുന്നത് ജ്യേഷ്ഠ മകനാണ്. അയാളെ കേശരായി വന്നിട്ടാണ് ഇതെല്ലാം ആധാരങ്ങളൊക്കെ നോക്കി കണ്ടുപിടിച്ചത്. ആ കണ്ടുപിടിച്ചതിന് ശേഷം ഞങ്ങൾ അതിന് തുടർ പ്രവർത്തനം നടത്തി 2015 ഒരു സംഘർഷം അവിടെ ഉണ്ടായി. വഖഫിലേക്ക് കൊടുത്തപ്പോൾ വഖഫ് വന്നിട്ട് വടകരപ്പള്ളിയെ വന്നിട്ട് വഖഫിൻ്റെ കീഴിലാക്കി. അതുവരെ വഖഫിന് അതായത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഇതിലേക്ക് വന്നിട്ട് ചേരാൻ ഇവർക്ക് താല്പര്യമില്ലായി. പക്ഷെ അത് വഖഫ് അന്ന് മുതൽ ഞങ്ങളോട് പ്രതികാര നടപടികൾ തുടങ്ങി. വഖഫിനുമായി തുടർച്ചയായി കറസ്പോണ്ടൻസ് നടത്തുകയും ചെയ്തു. പക്ഷെ നടത്തിയതിനു ശേഷം അവർ ചെയ്യാമെന്ന് പറയാറ്റാതെ വന്നിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യില്ല. പക്ഷെ ഞങ്ങൾ പറഞ്ഞ് ചെയ്യണം എന്നുള്ള ഇതിൽ അവർ പറഞ്ഞ വഖഫ് ആ സ്ഥലം തിരികെ പള്ളി കമ്മിറ്റിയിലേക്ക് എഴുതി കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ നാളിതുവരെ വരെയായിട്ട് അത് ചെയ്തിട്ടില്ല. Time Kids Preschool, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.